നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ബുധനാഴ്ച അമേരിക്കയിലെ വാഷിംഗ്ടണിൽ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തു. ഹമാസിനും മറ്റ് ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾക്കുമെതിരെ തൻ്റെ രാജ്യത്തിൻ്റെ പോരാട്ടത്തിന് അമേരിക്കയുടെ പിന്തുണ തേടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. 9 മാസത്തെ യുദ്ധത്തിന് ശേഷം ഒരു വെടിനിർത്തൽ കരാർ രൂപപ്പെടുമെന്ന് നെതന്യാഹു സൂചന നൽകി. എന്നാൽ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത തൻ്റെ ഉജ്ജ്വലമായ പ്രസംഗത്തിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കുന്നത് വരെ ഇസ്രായേലിൻ്റെ യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അതേസമയം യുദ്ധത്തെ അപലപിച്ച് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ US ക്യാപിറ്റോളിൻ്റെ സമീപം തടിച്ചുകൂടുകയുണ്ടായി. തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂണിസിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോകാനുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഏറ്റവും പുതിയ ഉത്തരവിനെ തുടർന്ന് പാലസ്തീനികൾ തെരുവിലിറങ്ങുകയാണെന്ന് പറയുന്നു. 39,100 പാലസ്തീനികൾ ഇതിനകം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാനും നിർദ്ദിഷ്ട 3 ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈജിപ്ത്, ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ചർച്ചാ സംഘം വൈകിയെന്നും അടുത്തയാഴ്ച അയക്കുമെന്നും ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇതിനിടയിൽ ഗാസയിൽ ബന്ദികളാക്കിയ 5 പേരുടെ മൃതദേഹം കൂടി ഇസ്രായേൽ കണ്ടെടുത്തു. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂനിസിൻ്റെ പ്രദേശത്ത് 5 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഒരു കാര്യം അസന്നിഗ്ധമായി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പിച്ചു പറയുന്നു: പൂർണ്ണമായ വിജയം നേടാതെ തങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് മാറില്ല. എന്നാൽ ഇതിനിടയിൽ താൽക്കാലികമായിട്ടുള്ള ചില വെടിനിർത്തൽ കരാറുകളൊക്കെ വന്നേക്കാം. അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുക്കളായ ഇറാനും ഇതിനിടയിൽ വന്നാൽ അവരെയും ഞങ്ങൾ നേരിടും എന്ന് തൻ്റെ ഉജ്ജ്വലമായ പ്രസംഗത്തിൽ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു. 2023 ഒക്ടോബർ 7 ഹമാസ് സൈന്യം ഇസ്രായേലിലേക്ക് കടന്നു കയറുകയും അക്രമം നടത്തുകയുണ്ടായത്. ഏതാണ്ട് 5000-ഓളം റോക്കറ്റുകളും മറ്റുമാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. എന്നാൽ ഇസ്രായേലിൻ്റെ അത്യാധുനിക റോക്കറ്റ് വേദ സംവിധാനങ്ങൾ അതിൽ പകുതിയിലുമധികം റോക്കറ്റുകളും മിസൈലുകളും നിർജ്ജീവമാക്കുകയുണ്ടായി. എങ്കിലും ഇസ്രായേലിന് അതൊരു കനത്ത പ്രഹരമായിരുന്നു. ഏതാണ്ട് 2500-ഓളം പേരെ ഹമാസിന് അന്ന് വധിക്കാനായി. ബാക്കിയുള്ളവരെ അവർ ബന്ദികളായി പിടിക്കും. ഈ ബന്ദികൾക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതും ഇപ്പോഴും അത് അവസാനിക്കാത്തതും. എന്നാൽ ഈ യുദ്ധത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ ബന്ദികളിൽ പകുതി പേരെയും അവർക്ക് ജീവനോടെ തിരിച്ചെത്തിക്കാൻ സാധിച്ചിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ യുദ്ധം നീണ്ടുപോകാനുള്ള കാരണം തന്നെ ഹമാസ് ബന്ദികളെ യഥാക്രമം വിട്ടുകൊടുക്കാത്തതാണ്. ഇനി അവർ ബാക്കിയുള്ള ബന്ദികളെ വിട്ടുകൊടുത്താലും ഈ യുദ്ധം അവസാനിക്കും എന്ന് തോന്നുന്നില്ല. കാരണം അമേരിക്കയിലെ തൻ്റെ പ്രസംഗത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഇടയ്ക്ക് ചിലപ്പോൾ വെടിനിർത്തൽ കരാറുകളൊക്കെ വന്നേക്കാം, പക്ഷേ ആത്യന്തികമായി ഞങ്ങളുടെ ലക്ഷ്യം നേടും വരെ ഈ യുദ്ധം അവസാനിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന്.